പ്രിയമുള്ളവരെ, ഞാനിവിടെ ജൈവ പച്ചക്കറി കൃഷിയുടെ പോട്ട് മിക്സറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നല്ല രീതിയിലുള്ള ഒരു പോട്ട് മിക്സറാണ് ഒരു തൈയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വളർച്ച നിയന്ത്രിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പോട്ട് മിക്സറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ചുവന്ന മണ്ണ്, ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ട്രൈക്കോഡർമ എന്നിത്ര സാധനങ്ങളാണ്. ഇത്രയും സാധനങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോട്ട് മിക്സർ തയ്യാറാക്കാം. പോട്ട് മിക്സർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോട്ട് മിക്സർ തയ്യാറാക്കേണ്ട വിധവുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുള്ള വീഡിയോ കാണുക. ജൈവ പച്ചക്കറി കൃഷി വിജയിക്കട്ടെ. ഇതാണ് ചുവന്ന മണ്ണ്, അതായത് കൽപ്പൊടി. ചുവന്ന മണ്ണുള്ള പ്രദേശത്തെ മേൽഭാഗത്തുള്ള 2 അടി വരെയുള്ള മണ്ണാണ് നമുക്ക് ആവശ്യം. ഈ കാണുന്നതാണ് ചകിരിച്ചോറ്. ഒരു ചട്ടി ചുവന്ന മണ്ണിന് അരച്ചട്ടി ചകിരിച്ചോറ് എന്നതാണ് കണക്ക്. ഇതാണ് എല്ലുപൊടി. ഒരു ചട്ടി പോട്ട് മിക്സർ റെഡിയാക്കുമ്പോൾ അതിൽ 100 ഗ്രാം എല്ലുപൊടിയാണ് നാം ഇടുന്നത്. എല്ലുപൊടി പോലെ തന്നെ ചകിരിച്ചോറും കൂട്ടത്തിൽ കപ്പലണ്ടി പിണ്ണാക്കും ഇടുക. ഈ കപ്പലണ്ടി പിണ്ണാക്ക് 100 ഗ്രാമാണ് ഒരു ചട്ടിക്ക് നാം ചേർക്കുന്നത്. ഇത് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഒരു കീടനാശിനിയാണ്, വളവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചട്ടിയിൽ 100 ഗ്രാമാണ് നാം ചേർക്കുന്നത്. നാം ഇവിടെ ഒരു ചട്ടി ചുവന്ന മണ്ണും ഒരു ചട്ടി ചകിരിച്ചോറും കുറച്ച് എല്ലുപൊടിയും കുറെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ട്രൈക്കോഡർമ എന്ന ഒരു കുമിള് കൂടി നാം ഇതിൽ ചേർക്കുന്നുണ്ട്. അത് എല്ലുപൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. നമുക്ക് മിക്സിംഗ് ആരംഭിക്കാം. ഈ കാണുന്ന ഒരു ചട്ടി ചുവന്ന മണ്ണ് നാം തറയിൽ കമഴ്ത്തി ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഈ ചകിരിച്ചോറിന്റെ പകുതി ഭാഗം ഇടുക. അതായത് ഒരു ചട്ടി ചുവന്ന മണ്ണിനെ അരച്ചട്ടി ചകിരിച്ചോറ് എന്നതാണ് കണക്ക്. ആ രീതിയിൽ ഇടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പോട്ട് മിക്സർ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഈ ചകിരിച്ചോറ് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മീതെ നാം 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് വിതറുന്നു. അതിൻ്റെ മുകളിലായിട്ട് നാം എല്ലുപൊടി വിതറുന്നു. എല്ലുപൊടിയിൽ ട്രൈക്കോഡർമ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ട്രൈക്കോഡർമ നാം രണ്ടാമത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലുപൊടി വിതറിയ ശേഷം നാം കപ്പലണ്ടി പിണ്ണാക്കും കൂടി ഇതിൻ്റെ മീതെ ഇടുകയാണ്. 100 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്കാണ് ഒരു ചട്ടിക്ക് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കപ്പലണ്ടി പിണ്ണാക്ക് വിതറിയ ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നാം ഇതിൽ ചേർത്തിരിക്കുന്ന ട്രൈക്കോഡർമ പോലെയുള്ള സാധനങ്ങൾ, കുമിളുകൾ എല്ലാ ഭാഗത്തും എത്തുകയുള്ളൂ. ചട്ടി എടുത്ത ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഹോള് ഇടാനുള്ള ഒരു 1-2 സ്ഥലങ്ങളുണ്ടായിരിക്കും. അതിൽ 2 ഹോളെങ്കിലും നാം കൃത്യമായിട്ട് അതിൽ തുറന്നു വെക്കണം. എങ്കിൽ മാത്രമേ
ഈ ചട്ടിയിൽ വീഴുന്ന അമിതമായിട്ടുള്ള ജലം താഴേക്ക് ഒഴുകി പോകൂ. താഴെ ഒരു ട്രേയോ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ വെച്ചിരുന്നാൽ ഈ വളം ഉള്ള വെള്ളം നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വലിയ ഉരുളൻ കല്ലുകൾ ഇതിലുള്ളത് എടുത്തിട്ട് അടിഭാഗത്തിട്ടിരുന്നാൽ ജലം വാർന്നു പോകാനായിട്ട് ഉപകരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നാം പോട്ട് മിക്സർ നിറയ്ക്കുന്നു. പോട്ട് മിക്സർ ഒരു ചട്ടിയുടെ മുഴുവൻ ഭാഗവും ഇടില്ല, ഈ കുറച്ച് ഭാഗം ഫ്രീ ആക്കി വെച്ചിരിക്കും. കാരണം നമുക്ക് കരിയിലയോ മറ്റു കമ്പോസ്റ്റ് വളങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിലിടുവാനായിട്ട് നാം കുറച്ച് ഭാഗം ബാലൻസ് വെച്ചിരിക്കും. ഇതേപോലെ നിറച്ച ശേഷം ആണ് നാം തൈകൾ നടുവാനുള്ള ഭാഗം ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കും. എന്നിട്ടാണ് നാം തൈകൾ നടുന്നത്. ചെറിയ ഒരു കുഴി സെൻട്രലായിട്ട് നാം എടുക്കുന്നു. അതിലേക്ക് നമ്മുടെ കൈവശം ഇരിക്കുന്ന സീഡ്ലിംഗ് ട്രേയിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ഈ മുളകും തൈ. ഇത് നാം കാറ്റത്ത് മറിഞ്ഞു വീഴാത്ത രീതിയിൽ ഇത്തിരി നല്ല രീതിയിൽ കുഴിച്ച് ആ ചട്ടിയിൽ നാം നടുകയാണ്. ഇങ്ങനെയാണ് പച്ചക്കറി തൈകൾ നടേണ്ടത്. ഇങ്ങനെ നട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും എന്ന്